എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡാനിയൽ ഡീഫോ എഴുതിയ റോബിൻസൺ ക്രൂസോ എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ കഥയാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ 2 കഥകളും കേട്ടതിന് ശേഷം മാത്രം ഈ കഥ കേൾക്കുക, എന്നാലേ കഥ മനസ്സിലാകൂ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. പ്രകടിപ്പിക്കാനാവാത്തത്ര സന്തോഷമായിരുന്നു അപ്പോൾ എനിക്ക്. ഞാൻ ആഗ്രഹിച്ച പ്രകാരം നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നെ രക്ഷിച്ചതിൻ്റെ നന്ദി സൂചകമായി എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ ഉടനെ തന്നെ ക്യാപ്റ്റന് സമ്മാനിച്ചു. എന്നാൽ ഉദാരമനസ്കനായ അദ്ദേഹം ഒന്നും സ്വീകരിക്കില്ലെന്നും ബ്രസീലിലെത്തുമ്പോൾ സാധനങ്ങളെല്ലാം എന്നെ തിരിച്ചേൽപ്പിക്കുമെന്നും പറഞ്ഞു. കാരണം അദ്ദേഹം തുടർന്നു, എന്നെ സ്വയം രക്ഷിച്ചതുപോലുള്ള ആനന്ദമാണ് നിന്റെ ജീവന് രക്ഷിച്ചപ്പോൾ എനിക്കുണ്ടായത്. മറ്റൊരു വ്യവസ്ഥയും അതിലില്ല. എപ്പോഴെങ്കിലും എനിക്കും ഈ നില വന്നേക്കാം. അതിനും പുറമെ നിന്റെ നാട്ടിൽ നിന്ന് എത്രയോ ദൂരെ സ്ഥിതി ചെയ്യുന്ന ബ്രസീലിൽ നിന്നെ വിടുമ്പോൾ നിന്റെ സമ്പാദ്യമെല്ലാം ഞാൻ എടുത്താൽ നിനക്കവിടെ പട്ടിണി കിടക്കേണ്ടി വരും. ഞാൻ നിനക്കു തന്ന ജീവൻ തന്നെ എടുക്കുന്നതിന് തുല്യമാണത്. എൻ്റെ ബോട്ട് വളരെ നല്ലതായിരുന്നു. കപ്പലിൻ്റെ ആവശ്യത്തിനായി അത് അദ്ദേഹം വിലയ്ക്ക് വാങ്ങാമെന്ന് സമ്മതിച്ചു. എന്ത് വില തരണമെന്നും ചോദിച്ചു. അദ്ദേഹം എന്നോട് കാണിച്ച ഔദാര്യത്തിൻ്റെ പേരിൽ ഞാൻ വിലയൊന്നും ആവശ്യപ്പെട്ടില്ല. എങ്കിലും അദ്ദേഹം $80 ബ്രസീലിൽ എത്തിയാൽ തരാമെന്ന് വാഗ്ദാനം ചെയ്തു. അവിടെ ആരെങ്കിലും അതിൽ കൂടുതൽ വില തരാമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുകയും ചെയ്യാം. അതിനും പുറമെ സൂര്യയ്ക്ക് $8ന്റെ $60 തരാമെന്ന് പറഞ്ഞു. എന്നാൽ അത് വാങ്ങാൻ എനിക്ക് മനസ്സ് വന്നില്ല. ക്യാപ്റ്റന് അവനെ വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പാവം പയ്യന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടായിരുന്നു. എന്നെ അത്ര സത്യസന്ധതയോടെയും കൂറോടെയും സേവിച്ചവനാണവൻ. എൻ്റെ വിഷമം മനസ്സിലാക്കിയപ്പോൾ അത് നീതിയാണെന്ന് ക്യാപ്റ്റന് തോന്നി. അദ്ദേഹം ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ വെച്ചു. ആ ബാലൻ ക്രിസ്ത്യാനിയായി മാറിയാൽ 10 വർഷത്തിനുള്ളിൽ സ്വതന്ത്രനാക്കാം. അങ്ങനെ സൂര്യ അദ്ദേഹത്തോടൊപ്പം പോകാമെന്ന് സമ്മതിച്ചു. ഞാൻ അവനെ ക്യാപ്റ്റന് നൽകി. ബ്രസീലിലേക്കുള്ള ഞങ്ങളുടെ യാത്ര വളരെ സുഖകരമായിരുന്നു. 22 ദിവസത്തിനു ശേഷം ഓൾ സെയിന്റ് ഉൾക്കടലിൽ എത്തി. ജീവിതത്തിലെ ഏറ്റവും വിഷമം പിടിച്ച ഒരു നിലയിൽ നിന്ന് ഞാൻ ഒരിക്കൽ കൂടി മോചിപ്പിക്കപ്പെട്ടു. ഇനി എന്തു ചെയ്യണമെന്ന് എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മഹാമനസ്കതയോടെയുള്ള ക്യാപ്റ്റന്റെ പെരുമാറ്റം എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. എൻ്റെ യാത്രയ്ക്ക് കൂലിയൊന്നും അദ്ദേഹം വാങ്ങിച്ചില്ല. എൻ്റെ ബോട്ടിലുണ്ടായിരുന്ന സിംഹത്തൂലിന് $40 തന്നു. കപ്പലിലുണ്ടായിരുന്ന എൻ്റെ സാമാനങ്ങളെല്ലാം കൃത്യമായി തിരിച്ചു തന്നു. മദ്യക്കുപ്പികളും 2 തോക്കുകളും ഒരു മെഴുകുകട്ടയും. മറ്റൊരു മെഴുകുകട്ട കൊണ്ട് ഞാൻ മെഴുകുതിരി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ചുരുക്കത്തിൽ എൻ്റെ എല്ലാ സാമാനങ്ങളും ഞാൻ $220 വിറ്റു. ഇത്രയും പണം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ബ്രസീൽ തീരത്തിറങ്ങിയത്. കുറച്ചു ദിവസത്തിനുള്ളിൽ ക്യാപ്റ്റൻ എനിക്ക് മാന്യനായൊരു തോട്ടമുടമയെ പരിചയപ്പെടുത്തി തന്നു. കുറച്ചുനാൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം താമസിച്ച് കരിമ്പ് കൃഷിയിൽ പരിജ്ഞാനം നേടി. എത്ര സുഖമായാണ് കൃഷിയുടെ മകൾ ജീവിക്കുന്നതെന്നും എത്ര പെട്ടെന്നാണ് അവർ ധനികരായതെന്നും കണ്ട് അവിടെ ജീവിക്കാൻ അനുമതി ലഭിച്ചാൽ ഞാനൊരു തോട്ടമുടമയായി മാറുമെന്ന് ദൃഢനിശ്ചയമെടുത്തു. അതിനിടയ്ക്ക് ലണ്ടനിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്ന പണം അവിടേക്ക് അയപ്പിച്ചു. ഞാൻ അതുകൊണ്ട് കഴിയാവുന്നത്ര ഭൂമി വാങ്ങിച്ച് കൃഷിക്കുള്ള പദ്ധതികൾ തയ്യാറാക്കി. 2 കൊല്ലത്തോളം ജീവിക്കാനുള്ള വരുമാനമേ കൃഷിയിൽ നിന്ന് ലഭിച്ചിരുന്നുള്ളൂ. 3-ാമത്തെ വർഷം നല്ല ലാഭമുണ്ടായി. ധാരാളം പണം സമ്പാദിച്ചു. ഞാൻ പുകയില കൃഷിയും തുടങ്ങി. എൻ്റെ സുഹൃത്ത് പോർച്ചുഗീസ് ക്യാപ്റ്റൻ ഇംഗ്ലണ്ടിൽ നിന്ന് കുറേ സാധനങ്ങളും ഒരു പണിക്കാരനെയും കൊണ്ടുവന്നു. അവ ഞാൻ ലണ്ടനിൽ സൂക്ഷിച്ചു വച്ചിരുന്ന പണത്തിൻ്റെ പകുതി കൊണ്ട് വാങ്ങിച്ചതാണ്. എല്ലാം ഇംഗ്ലണ്ടിൽ നിർമ്മിച്ചവയായതിനാൽ നല്ല ലാഭത്തിന് അവ വിൽക്കാൻ പറ്റി. പെട്ടെന്നുള്ള അമിത ലാഭം നമ്മളെ പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. എൻ്റെ ഗതിയും അതുതന്നെ. പിന്നത്തെ വർഷവും എൻ്റെ കൃഷി വൻ വിജയമായിരുന്നു. സമ്പത്തും ബിസിനസ്സും പച്ചപിടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പരിധിക്കപ്പുറത്തുള്ള പല പദ്ധതികളും പൊട്ടിമുളച്ചു. ബിസിനസ്സിലെ ഏറ്റവും ബുദ്ധിമാന്മാരെ പോലും നാശത്തിലേക്ക് വഴിതെളിയിച്ചിട്ടുള്ളത് ഇത്തരം ആശയങ്ങളാണ്. ഇവിടെ എനിക്കിപ്പോൾ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. എൻ്റെ അച്ഛൻ നിർദ്ദേശിച്ചിരുന്ന ശാന്തമായ സുഖജീവിതം, ഒരു ഇടത്തരക്കാരൻ്റെ ജീവിതശൈലി. എന്നിട്ടും ഞാൻ സ്വയം ജീവിതത്തിലേക്ക് ദുരിതങ്ങളെ വലിച്ചിഴച്ചു. മാതാപിതാക്കളുമായി വേർപിരിഞ്ഞപ്പോഴുള്ള അസുഖകരമായ നില സംജാതമായി. സുഖസമൃദ്ധമായ കാർഷിക ജീവിതത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ വൻ ധനവാനാകാനുള്ള മോഹം, അത് എന്നെ ഒരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ലാത്തത്ര കഷ്ടതയിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ബ്രസീലിൽ ഏകദേശം 4 വർഷത്തോളം ഞാൻ കഴിഞ്ഞു. കൃഷിയിൽ അഭൂതപൂർവമായ വിജയം കൈവരിച്ചു. ഞാനവിടെ അവരുടെ ഭാഷയിൽ പരിജ്ഞാനം നേടിയെന്നു മാത്രമല്ല, പല കർഷക പ്രഭുക്കന്മാരുമായും സെന്റ് സാൽവഡോറിലെ വ്യാപാരികളുമായും ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്തു.
ഗിനിയ തീരത്തു കൂടി നടത്തിയ എൻ്റെ കപ്പൽ യാത്രയെക്കുറിച്ചും നീഗ്രോകളുമായി നടത്തിയ ലാഭ കച്ചവടത്തെക്കുറിച്ചും ഞാൻ അവരോട് വർണ്ണിച്ചു. അവിടെ മാലകൾ, കളിപ്പാട്ടങ്ങൾ, കത്തികൾ, കത്രികകൾ, കോടാലികൾ, ഗ്ലാസ് തുടങ്ങിയ നിസ്സാര സാധനങ്ങളും സ്വർണ്ണപ്പൊടി, ആനക്കൊമ്പ് തുടങ്ങിയ വിലപിടിച്ച സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാം. ജോലി ചെയ്യിക്കാൻ നീഗ്രോകൾ ധാരാളം. എൻ്റെ സംഭാഷണങ്ങൾ അവർ ശ്രദ്ധാപൂർവം കേട്ടിരിക്കും, പ്രത്യേകിച്ചും നീഗ്രോകളെ വാങ്ങുന്ന കാര്യം. അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ലെങ്കിലും ലാഭകരമായ ഒരു വ്യാപാരമായി തുടങ്ങിയിരുന്നു അടിമ വ്യാപാരം. സ്പെയിനിലെയും പോർച്ചുഗലിലെയും രാജാക്കന്മാരുടെ അനുമതിയോടെ നടത്തുന്ന ഈ വ്യാപാരം ഇപ്പോൾ കുത്തകയായതിനാൽ വളരെ കുറവ് നീഗ്രോകളെ മാത്രമേ ബജാറിൽ ലഭ്യമായിരുന്നുള്ളൂ. ഭയങ്കര വിലയുമാണ്. തലേന്നു രാത്രി സംസാരിച്ച ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഗഹനമായി ചർച്ച ചെയ്യാൻ എൻ്റെ പരിചയക്കാരായ 3 വ്യാപാരികളും എസ്റ്റേറ്റ് ഉടമകളും പിറ്റേന്ന് രാവിലെ എൻ്റെ അടുക്കലെത്തി. അവർ ഒരു രഹസ്യ നിർദ്ദേശവുമായാണ് വന്നിരിക്കുന്നത്. ആ നിർദ്ദേശം അവർ വിശദീകരിച്ചു. എന്നെപ്പോലെ എസ്റ്റേറ്റ് ഉടമകളായ അവർ പണിക്കാരില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഗിനിയയിലേക്ക് ഒരു കപ്പൽ യാത്ര നടത്തി നീഗ്രോകളെ കൊണ്ടുവരണം. അവരെ പരസ്യമായി വിൽക്കാൻ പാടില്ലാത്തതിനാൽ അടിമകളെ സ്വന്തം ആവശ്യത്തിനായി പങ്കുവയ്ക്കാം. ഒറ്റ യാത്ര നടത്തിയാൽ മതി. ചുരുക്കത്തിൽ എനിക്ക് ആ യാത്ര ഒരുക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. കാശ് മുടക്കാതെ എൻ്റെ നീഗ്രോകളെ എനിക്ക് തരുന്നതായിരിക്കും. ഇതൊരു ന്യായമായ നിർദ്ദേശമാണെന്ന് സമ്മതിക്കാതെ പറ്റില്ല. എന്നാൽ എസ്റ്റേറ്റും കൃഷിയുമെല്ലാം ഭംഗിയായി നടക്കുന്ന നിലയ്ക്ക് 100 പവൻ കൂടി ഇംഗ്ലണ്ടിൽ നിന്നെത്തുമ്പോൾ കൃഷി വികസിപ്പിച്ചെടുത്ത് 3-4 കൊല്ലം കൊണ്ട് 4000 പവനെങ്കിലും സമ്പാദിക്കാനാകും. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പരിതസ്ഥിതിയിൽ അത്തരമൊരു കടൽയാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ്. എന്നാൽ സ്വന്തം നാശത്തിനു തയ്യാറെടുത്ത എനിക്ക് ആ നിർദ്ദേശം നിരസിക്കാനായില്ല. തുടക്കത്തിൽ അച്ഛൻ്റെ നന്മ നിറഞ്ഞ വാക്കുകൾ ചെവിക്കൊള്ളാതിരുന്നതുപോലെ. എൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ എസ്റ്റേറ്റുകളും കൃഷിയും നോക്കി നടത്താമെങ്കിൽ യാത്ര തിരിക്കാൻ പൂർണ്ണ സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞു. യാത്ര സഫലമായില്ലെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന പ്രകാരം അവ വിൽക്കണം. അങ്ങനെ സാമാനങ്ങളെല്ലാം തയ്യാറാക്കി. ആ നശിച്ച സമയത്ത് 1659 സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ കപ്പലിൽ കയറി. അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് ഹള്ളിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ട് കൃത്യം 8 വർഷം വന്നേക്ക് തികഞ്ഞിരുന്നു. കരയോരത്തുകൂടെ വടക്കോട്ട് ആഫ്രിക്കൻ തീരത്തെ ലക്ഷ്യമാക്കിയായിരുന്നു യാത്ര. നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും സുഖകരമായ കാലാവസ്ഥയായിരുന്നു. 12 ദിവസം കൊണ്ട് ഞങ്ങൾ ഭൂമധ്യരേഖ കടന്നു. അപ്പോഴേക്കും ശക്തിയായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. അത് 12 ദിവസം തുടർന്നു. കാറ്റടിച്ച ദിശയിലേക്ക് കപ്പൽ നീങ്ങിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാനായില്ല. ഓരോ നിമിഷവും കപ്പൽ മുങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നി. കപ്പലിലുള്ള ആർക്കും രക്ഷപ്പെടുമെന്ന് ആശയില്ലായിരുന്നു. ഈ ദുരിതം പിടിച്ച കൊടുങ്കാറ്റിനു പുറമെ ഞങ്ങളിൽ ഒരാൾ പനി പിടിച്ചു മരിക്കുകയും 2 പേർ കടലിലേക്ക് ഒഴുകിപ്പോകുകയും ചെയ്തു. 12-ാം ദിവസം കൊടുങ്കാറ്റ് കുറച്ച് ശാന്തമായപ്പോൾ ക്യാപ്റ്റൻ നടത്തിയ നിരീക്ഷണത്തിൽ ഞങ്ങൾ ആമസോൺ നദി കഴിഞ്ഞ് ബ്രസീലിന്റെ വടക്കുഭാഗത്താണെന്ന് കണ്ടു. കപ്പലിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. അപകടസന്ധിയിലാണ്. ഏതു ദിക്കിലേക്കാണ് തിരിയേണ്ടതെന്നതിനെക്കുറിച്ച് ക്യാപ്റ്റൻ എന്നോട് ചർച്ച ചെയ്തു. ബ്രസീൽ തീരത്തേക്ക് മടങ്ങുകയാണ് നല്ലതെന്നയാൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഞാൻ അതിനെ എതിർത്തു. അമേരിക്കൻ തീരത്തിന്റെ ചാർട്ട് പരിശോധിച്ചപ്പോൾ കരീബിയൻ ദ്വീപുകൾ എത്തുന്നതുവരെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളൊന്നുമില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ബാർബഡോസിലേക്ക് പോകാമെന്ന് ഉറപ്പിച്ചു. 15 ദിവസത്തെ യാത്ര കൊണ്ട് അവിടെ നിഷ്പ്രയാസം എത്തിച്ചേരാനാകും. ആഫ്രിക്കൻ തീരത്തെത്തണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ തേടേണ്ടി വരും. ഈ പദ്ധതി അനുസരിച്ച് ഞങ്ങൾ കപ്പലിന്റെ ഗതി മാറ്റി. ഏതെങ്കിലും ഇംഗ്ലീഷ് ദ്വീപുകളെ ലക്ഷ്യമാക്കി നീങ്ങി. അവിടുന്ന് എന്തെങ്കിലും സഹായം കിട്ടാതിരിക്കില്ല. എന്നാൽ വീണ്ടും ആരംഭിച്ച കൊടുങ്കാറ്റ് ഞങ്ങളെ പടിഞ്ഞാറോട്ട് തള്ളിക്കൊണ്ടുപോയി, യാതൊരുവിധ മനുഷ്യസഞ്ചാരവും ഇല്ലാത്തിടത്തേക്ക്. അവിടെ ഒരു സഹായവും പ്രതീക്ഷിക്കാനില്ലെന്ന് മാത്രമല്ല, നരഭോജികൾ ഞങ്ങളെ കൊന്നു തിന്നുകയും ചെയ്യും. ഈ ദുരിതത്തിനിടയിൽ കൊടുങ്കാറ്റ് ശക്തിയായി അടിച്ചുകൊണ്ടിരിക്കവേ പുലർച്ചയ്ക്കൊരാൾ വിളിച്ചുകൂവി, കര. ഈ ലോകത്തെവിടെയാണെന്ന് അറിയാനുള്ള ആശയോടെ ഞങ്ങൾ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നു. അപ്പോഴേക്കും കപ്പലിന്റെ അടിഭാഗം മണലിൽ ചെന്നിടിച്ചു. പെട്ടെന്ന് ഓട്ട നിലച്ച കപ്പലിൽ വെള്ളം അടച്ചു കയറിയതോടെ എല്ലാവരും മുങ്ങിച്ചാകുമെന്ന് ഞങ്ങൾക്കുറപ്പായി. ഇത്തരമൊരു ചുറ്റുപാടിൽ മുമ്പ് വന്നു പെട്ടിട്ടില്ലാത്ത ഞങ്ങളുടെ ഭയവും സംഭ്രമവും വർണ്ണിക്കാൻ പ്രയാസമാണ്. എവിടെയാണോ വന്ന് പെട്ടിരിക്കുന്നതെന്ന് ഒരു രൂപവുമില്ല. അതൊരു ദ്വീപാണോ, വൻകരയാണോ, ജനവാസമുള്ള ഇടമാണോ, അല്ലയോ? കാറ്റ് ശക്തമായിരുന്നതിനാൽ എത്ര നേരം ഞങ്ങൾക്ക് ആ കപ്പലിൽ പിടിച്ചു നിൽക്കാനാകുമെന്നും അറിയില്ല.
എന്തെങ്കിലും അത്ഭുതം സംഭവിച്ച് കാറ്റ് ഉടനെ നിന്ന് കടൽ ശാന്തമായില്ലെങ്കിൽ കപ്പൽ തകർന്നത് തന്നെ. ഏതു നിമിഷവും മരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പരസ്പരം നോക്കിയിരുന്നു. മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കരുതിയ പോലെ കപ്പൽ തകർന്നില്ല. കാറ്റിന്റെ ശക്തി കുറഞ്ഞെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. നാവികർ ഓടിച്ചെന്ന കപ്പലിലെ ബോട്ട് ഒരു ഭാഗത്ത് ഞാത്തിയിട്ട് അതിൽ കയറിയിരുന്നു. ഞങ്ങൾ 11 പേരും കയറിയ ശേഷം ദൈവത്തിന്റെയും കടലിന്റെയും കാരുണ്യത്തിന് വിട്ടുകൊണ്ട് നീങ്ങി. കാറ്റ് കുറഞ്ഞെങ്കിലും ശക്തിയായ തിര തീരത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ നില വളരെ ദുഃഖകരമായിരുന്നു. ഇത്രയും പൊങ്ങിവരുന്ന തിരമാലയിൽ ബോട്ട് രക്ഷപ്പെടില്ല. ഞങ്ങൾ തീർച്ചയായും മുങ്ങിച്ചാക്കും. കൊലക്കയറിനെ അഭിമുഖീകരിക്കുന്ന വിഷാദത്തോടെ ഞങ്ങൾ കരയെ ലക്ഷ്യമാക്കി ബോട്ട് വിട്ടു. കരയ്ക്ക് എത്തിയാലും അത് പാറയിലിടിച്ച് 1000 കഷ്ണങ്ങളാകുമെന്ന് ഞങ്ങൾക്കറിയാം. 1.5 മൈലോളം ഞങ്ങൾ പോയപ്പോഴേക്കും മല പോലെ ഉയർന്നു വന്നൊരു തിരമാല കോപത്തോടെ വന്ന് ബോട്ട് മറിച്ചിട്ടു. ഞങ്ങളെ എല്ലാവരെയും ബോട്ടിൽ നിന്ന് കടലിലേക്ക് തെറിപ്പിച്ചു. ദൈവമേ എന്നൊരു നിലവിളി ഒന്നിച്ചുയർന്നു. വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോഴുള്ള മാനസിക വികാരങ്ങൾ വർണ്ണിക്കാൻ പ്രയാസമാണ്. നന്നായി നീന്താൻ അറിയാമായിരുന്നെങ്കിലും തിരമാലകളിൽപ്പെട്ട് ഉഴലുന്ന എനിക്ക് ശ്വാസം വിടാനായില്ല. തിരമാല എന്നെ കരയിലേക്ക് തള്ളിവിട്ടു. പിന്നീട് അതിനോടൊപ്പം പിന്നാക്കം പോന്ന് മണലിൽ വീഴ്ത്തി. വെള്ളം കുടിച്ച് ഞാൻ ചാകാറായി. പ്രതീക്ഷിച്ചതിലും വേഗം കരയ്ക്കടുത്തെന്നു കണ്ടപ്പോൾ സർവ്വശക്തിയും എടുത്ത് എഴുന്നേറ്റു നിന്ന് കഴിയുന്നത്ര വേഗത്തിൽ കരയിലേക്ക് ഓടുവാൻ ശ്രമിച്ചു. പിന്നാലെ വന്ന തിര വീണ്ടും പൊക്കി എടുക്കുന്നതിനു മുമ്പ് കരപറ്റണം. എന്നാൽ അത് അസാധ്യമാണെന്ന് ഞാൻ കണ്ടു. തിര വലിയൊരു കുന്നിന്റെ പൊക്കത്തിൽ ഒരു ശത്രുവിന്റെ ക്രോധത്തോടെ എന്റെ പിന്നിൽ പാഞ്ഞെത്തുകയാണ്. അതെനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല. ശ്വാസം പിടിച്ച് നിശ്ചലനായി കിടക്കുകയാണ് നല്ലത്. വെള്ളത്തിനു മീതെ പൊങ്ങിക്കിടക്കുക. തിരമാല തിരിച്ചു പോകുമ്പോൾ എന്നെ കൂടി പിന്നാക്കം വലിച്ചു കൊണ്ടുപോകരുതേ എന്നൊരു ചിന്ത മാത്രമേ എന്നിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്ന തിര എന്നെ 30 അടിയോളം വെള്ളത്തിനടിയിലാഴ്ത്തി. ശക്തി മുഴുവൻ സംഭരിച്ച് ഞാൻ കരയിലേക്ക് നീന്തി. ശ്വാസം മുട്ടി ചത്തുപോയേനെ. അപ്പോഴേക്കും വെള്ളത്തിന് മുകളിലെത്തിയതിനാൽ ശ്വാസം ലഭിച്ചു. തിരമാല പിൻവാങ്ങിയപ്പോൾ വീണ്ടും നിലത്ത് കാൽ കുത്തി. വീണ്ടും ഓട്ടം തന്നെ. 2 പ്രാവശ്യം ഇത് ആവർത്തിക്കപ്പെട്ടു. അവസാനത്തെ തള്ളൽ ഒരു പാറയിലേക്കായിരുന്നു. തല തകർന്ന് ചത്തുപോകേണ്ടതാണ്. തിരമാല പിൻവാങ്ങുമ്പോഴേക്കും ഞാൻ ആ പാറയിൽ പിടികൂടി. തിരയുടെ ശക്തി കുറഞ്ഞു തുടങ്ങി. ഞാൻ വീണ്ടും എഴുന്നേറ്റ് ഒരു ഓട്ടം കൂടി വെച്ചു കൊടുത്തു. അടുത്ത തിരയും എന്റെ മീതെ കൂടെ കടന്നുപോയെങ്കിലും കരയ്ക്കടുത്തതിനാൽ എന്നെ മുക്കാനായില്ല. അടുത്ത ഓട്ടത്തോടെ ഞാൻ കരയ്ക്ക് കയറി. വെള്ളം എത്താത്തൊരിടത്ത് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുൽത്തകടിയിൽ തളർന്നിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.